മുഹമ്മ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ കുടുംബശ്രീ നേതൃത്വത്തിൽ വാർഡ് മഹോത്സവം സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ താരം നിഷ സാരംഗ് ഉദ്ഘാടനം ചെയ്തു. വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ട് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാൻ ഒരുപാട് കശ്മലന്മാർ ഒളിച്ചിരിക്കുന്ന ഒരു സമയമാണത്. ശ്രദ്ധിക്കുക, ആരെന്ത് തന്നാലും, നമുക്ക് പരിചയമില്ലാത്ത ആരെന്ത് തന്നാലും വാങ്ങി കഴിക്കരുത് കേട്ടോ. കഴിക്കരുത്. അത് നിങ്ങൾക്ക് പിന്നീട് ഒരുപാട് ദോഷങ്ങളുണ്ടാവും. പിന്നെ അച്ഛനും അമ്മയും എന്തൊക്കെയാണോ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾ നാളെ ഈ നാട്ടിലെ ഏറ്റവും വലിയ വ്യക്തികളായി മാറും. തിരുവാതിര കളി മഹോത്സവത്തിന് എല്ലാവിധ നന്മകളും ആശംസകളും നേരാണ് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ, എപ്പോഴും ഈശ്വരൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളകിലുക്കം 2023 എന്ന പേരിൽ 2 ദിവസമായാണ് പരിപാടികൾ നടക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ CD വിശ്വനാഥൻ അധ്യക്ഷനായി. സിനിമാ താരങ്ങളായ എഴുപുന്ന ബൈജു, ബിനീഷ് ബാസ്റ്റൻ എന്നിവർ മുഖ്യ അതിഥികളായി. പഞ്ചായത്ത് അംഗം ST റെജി, ശ്രീജിത്ത് പുല്ലമ്പാറ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ലതീഷ് B ചന്ദ്രൻ സ്വാഗതവും ADS സെക്രട്ടറി ഷീല ഷാജി നന്ദിയും പറഞ്ഞു. സംസ്ഥാനതല വനിതാ ഫ്യൂഷൻ തിരുവാതിരകളി മത്സരം വാർഡ് മഹോത്സവത്തോടൊപ്പം നടന്നു. സമാപനം കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പുന്നപ്രമധുവും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ ഷോയോടെ വാർഡ് മഹോത്സവം അവസാനിക്കും. ഏതൊരു വാർഡിലാണെങ്കിൽ ഏതൊരു പ്രദേശത്തും അവിടെ ജനപ്രതിനിധികൾ നമ്മളുടെ സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ നിന്ന് ഓരോ കാര്യങ്ങൾ ഇടപെടുമ്പോൾ മാത്രമേ ഇത്രയും ഒരു പ്രാമുഖ്യം ഉണ്ടാവാറുള്ളൂ. ഇതൊരു വലിയൊരു കോർപ്പറേറ്റ് ഡീൽ നടക്കുമ്പോൾ, അല്ലെ വലിയൊരു കോർപ്പറേറ്റിന്റെ വലിയൊരു ഇവന്റ് നടക്കുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെല്ലാം ആംബുലൻസ് അടക്കം ഉണ്ടായി എന്നുള്ളതാണ്. നിങ്ങളുടെ സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും അത് മതിയാവില്ല. ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. കുടുംബശ്രീയിലെ ഈ വളകിലുക്കം 23 ഒരു ഗംഭീരമാണ്. ഇപ്പോൾ 23 വളക്കിണങ്ങി നമ്മൾ 24 പോകാൻ പോവുക. 2 ദിവസം കൂടെയേ ഉള്ളൂ. ഒരുപാട് പ്രതീക്ഷകളുണ്ട്, മക്കളുടെ പ്രതീക്ഷകളുണ്ട്, ഭർത്താക്കന്മാരുടെ പ്രതീക്ഷകളുണ്ട്, ഭാര്യമാരുടെ പ്രതീക്ഷകളുണ്ട്. അങ്ങനെ എല്ലാവരും പ്രതീക്ഷകൾ ഒത്ത് അടിപൊളിയായിട്ട് ഒരു വർഷം നമുക്ക് ആചരിക്കുവാനായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മമാരുടെ പരിപാടിയാണിത്, അല്ലേ? എൻ്റെ ഭൂമിയിൽ എന്റെ കാണപ്പെട്ട ദൈവം എൻ്റെ അമ്മയാണ്. എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കാണുന്നതാണ്. ഞാനധികം പള്ളികളിൽ പോയി പ്രാർത്ഥിക്കാറില്ല. എൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എൻ്റെ അമ്മച്ചിയാണ്. എൻ്റെ അമ്മച്ചി എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പള്ളിയിൽ പോകുന്നത് വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. എനിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി വേറെ ആരും ഇല്ല. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. വാഹനം ഓടിക്കുന്നവർക്ക് ഭയങ്കരമായി പ്രയോജനം ചെയ്യുന്ന അപകടരഹിത കണ്ണാടി പദ്ധതി നടപ്പിലാക്കി ഈ വാർഡില് വളവുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അത് സ്ഥാപിച്ച് അപകടം ഒഴിവാക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ നടത്തും. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവർത്തനം നമ്മൾ നടത്തിയത് കുടുംബശ്രീയുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ എല്ലാം സഹകരണത്തോടെ നമ്മൾ നടത്തിയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ വാർഡിൽ തരിശു കിടക്കുന്ന നെൽപ്പാടങ്ങൾ കൃഷി ചെയ്ത് അതിനകത്ത് ഉൽപ്പാദിപ്പിച്ച നെല്ല് കുത്തി അരിയാക്കി ആ അരിയാണ് കഴിഞ്ഞ ഓണത്തിന് എല്ലാവരും ഉണ്ടത്.